വിജ്ഞാനത്തിലേക്കുള്ള ചുവടുവെപ്പാണ് യാത്രകൾ. നമ്മൾ പോലും അറിയാതെ പല അറിവുകളും യാത്രകളിലൂടെ ലഭിക്കാറുണ്ട്. സന്ദർശിച്ച സ്ഥലങ്ങളെക്കുറിച്ച് പലരോടും വാതോരാതെ നമ്മളെല്ലാം സംസാരിക്കാറുണ്ട്. അതിനുള്ള കാരണം ആ സ്ഥലം നേരിട്ട് സന്ദർശിച്ച് കിട്ടിയ അറിവ് തന്നെയാണ്. സ്ഥലങ്ങളും അവിടെയുള്ള ആളുകളും അവരുടെ ജീവിത രീതികളും അവർ കഴിക്കുന്ന ആഹാരങ്ങളും കലാരൂപങ്ങളെല്ലാം യാത്രകൾ വഴി നേരിട്ട് കണ്ടനുഭവിച്ചറിയുന്ന വിജ്ഞാനം തന്നെയാണ്. അവയിൽ ചിലതെല്ലാം നമ്മളെ ഏറെക്കുറെ സ്വാധീനിക്കാറുണ്ട്. ഈ അടുത്ത കാലത്ത് ഒരാളെ പരിചയപ്പെടാനിടയായി. ആ പരിചയം കൊണ്ടെത്തിച്ചത് മനോഹരമായൊരു സ്ഥലത്തേക്കും കുറേയേറെ ആശയങ്ങളിലേക്കും. അതെല്ലാം ഉൾപ്പെടുത്തിയതാണ് ഇന്നത്തെ വീഡിയോ. ഈ യാത്രയും ഇന്നത്തെ വീഡിയോ സ്പോൺസർ ചെയ്തിരിക്കുന്ന പാലക്കാടുള്ള എക്സോട്ടിക് ഫർണിച്ചർ. മിതമായ നിരക്കിൽ ഫർണിച്ചർ ലഭിക്കുന്ന പാലക്കാട്ടെ ഏറ്റവും വലിയ ഷോറൂമാണ് എക്സോട്ടിക് ഫർണിച്ചറിൻ്റേത്. എക്സോട്ടിക് ഫർണിച്ചറിൻ്റെ ഔട്ട്ലെറ്റ് കോൺടാക്ട് ഡീറ്റെയിൽസ് എല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇന്ന് രാവിലെ നേരത്തെ തന്നെ യാത്ര തുടങ്ങി. ചിറ്റൂരിലേക്കാണ് ഇന്നത്തെ യാത്ര. അപ്രതീക്ഷിതമായി ഇൻസ്റ്റഗ്രാമിൽ വന്നൊരു മെസ്സേജ്. ആ മെസ്സേജാണ് ഈ യാത്രയ്ക്കുള്ള വഴിയൊരുക്കിയത്. മനസ്സിൽ ഒരുപാട് ആഗ്രഹങ്ങളായി നടക്കുന്നവരാണ് നമ്മളെല്ലാവരും. ചിലരത് ചെയ്ത് കാണിക്കും, ചിലരത് മനസ്സിൽ തന്നെ കൊണ്ടുപോകണം. ഒരേപോലുള്ള ആഗ്രഹങ്ങളും പലർക്കും ഉണ്ടാവും. നമ്മുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ മറ്റൊരാൾ പ്രാവർത്തികമാക്കിയത് ചില സമയത്ത് കാണാൻ കഴിയാറുണ്ട്. എൻ്റെ മനസ്സിലുള്ള ചില ആഗ്രഹങ്ങൾ ഇന്ന് കൺമുന്നിൽ കാണാനുള്ള ഒരു അവസരം എനിക്കിന്ന് കിട്ടിയിരിക്കുന്നത്. ആ കാഴ്ചകൾ തേടിയുള്ളൊരു യാത്രയാണ് ഇന്നത്തേത്. ചിറ്റൂരുള്ള ഒരു ഫാമിലേക്കാണ് ഇന്ന് പോകുന്നത്. വാക്കിനി ചള്ള ഫാം എന്ന ആ ഫാമിൻ്റെ പേര്. അവിടെയുള്ള സുദർശൻ ചേട്ടനാണ് ഇൻസ്റ്റഗ്രാമിലൂടെ മെസ്സേജ് ചെയ്ത് ഈ ഫാം പരിചയപ്പെടുത്തി നോക്കുന്നത്. ഇൻസ്റ്റഗ്രാമിലൂടെ ഈ ഫാമിൻ്റെ കുറച്ച് ചിത്രങ്ങൾ കാണാനിടയായി. അപ്പം തന്നെ തീരുമാനിച്ചു ഇങ്ങോട്ടുള്ള യാത്ര. അധികം സമയം വൈകാതെ ഒരു ദിവസം രാവിലെ തന്നെ ഇങ്ങോട്ട് യാത്ര തിരിച്ചു. അതിരാവിലെയുള്ള ഇളം മഞ്ഞും കൊണ്ട് ഈ വഴികളിലൂടെ നടക്കുമ്പോൾ അങ്ങ് ദൂരെയായി തെങ്ങുകൾക്കിടയിലൂടെ കത്തി ജ്വലിച്ചു നിൽക്കുന്ന സൂര്യനെ കാണാൻ കഴിയുന്നുണ്ട്. മനസ്സില്ലാ മനസ്സോടെ അതിരാവിലെ എഴുന്നേറ്റ് വരുന്ന ഒരു കൊച്ചുകുട്ടിയെ പോലെയാണ് സൂര്യനെ കാണുമ്പോൾ തോന്നിയത്. ഈ ദിവസങ്ങളിൽ രാവിലെ നേരത്തെ വെളിച്ചം വരാറുണ്ട്. അത് കഴിഞ്ഞാണ് സൂര്യൻ ഉദിച്ചു വരുന്നത് കാണാൻ കഴിയുന്നത്. ചിറ്റൂർ എന്ന് പറഞ്ഞാൽ തന്നെ നെൽപ്പാടങ്ങളും തെങ്ങുകളും കൊണ്ടു നിറഞ്ഞ കൃഷിയിടങ്ങളാണ് കാണാൻ കഴിയുക. നമ്മൾ ഇന്ന് സന്ദർശിക്കാമെന്ന ഫാമിൻ്റെ ഒരു ഭാഗത്തുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത്. ഫാമിനുള്ളിലൂടെ ഒരു കനാലും പോകുന്നുണ്ട്. പറമ്പിക്കുളം ആളിയാർ പ്രൊജക്റ്റിൻ്റെ ഭാഗമായി ആളിയാർ ഡാമിൽ നിന്നുള്ള വെള്ളമാണ് കൃഷി ആവശ്യങ്ങൾക്കായി ഈ കനാലിലൂടെ പോകുന്നത്. ഫാമിൻ്റെ പുറകുവശത്തുള്ള കാഴ്ചകളാണ് നമ്മൾ ഈ കാണുന്നത്. കേരള ടൂറിസം എന്ന് പറയുമ്പോൾ ആദ്യം മനസ്സിലേക്ക് കടന്നു വരുന്നത് മൂന്നാർ, ആലപ്പി, വയനാട് എന്ന സ്ഥലങ്ങളാണ്. പക്ഷേ നെല്ലറകളുടെ നാട് എന്നറിയപ്പെടുന്ന പാലക്കാടിനെ കുറിച്ച് മലയാളികളുടെ മനസ്സിലൊരു ചിത്രമുണ്ട്. ആ ചിത്രത്തിന് വഴിയൊരുക്കിയത് മലയാള സിനിമകൾ തന്നെയാണ്. ആ സ്ഥലങ്ങളെല്ലാം നേരിട്ട് കാണാൻ പല ആളുകളും ഇന്ന് പാലക്കാട്ടേക്ക് വരാൻ തുടങ്ങിയിട്ടുണ്ട്. പാലക്കാടിൻ്റെ കാഴ്ചകൾ തേടി ചിറ്റൂരിലേക്ക് എത്തുന്നവർ ഇവിടെ കാണാൻ കഴിയുന്നത് നെൽപ്പാടങ്ങളും ശോകനാശിനി പുഴയും അതിരാവിലെയുള്ള തെങ്ങ് ചെത്തുന്ന കാഴ്ചകളെല്ലാമാണ്. രാവിലെയുള്ള ഈ ഫാമിലൂടെയുള്ള നടത്തത്തിൽ എനിക്കതെല്ലാം ആസ്വദിക്കാൻ കഴിയുന്നുണ്ട്. കുറച്ചുകൂടി മുൻപോട്ട് വന്നപ്പോഴായിരുന്നു കള്ള് ചെത്തുന്ന ഈ ഒരു കാഴ്ച കണ്ടത്. കേരളത്തിലെ ഒട്ടുമിക്ക കള്ള് ഷാപ്പുകളിലേക്കും കള്ള് പോകുന്നത് പാലക്കാട്ട് നിന്നാണ്. അതിൽ കൂടുതലും ചിറ്റൂർ ഭാഗത്ത് നിന്ന് തന്നെയാണ് പോകുന്നത്. അതിരാവിലെ ജോലി തുടങ്ങുന്ന ചില ആളുകളുണ്ട് നമ്മുടെ നാട്ടിൽ. കള്ള് ചെത്തുന്നവരും ആ വിഭാഗത്തിൽപ്പെട്ടവരാണ്. ഇതുപോലുള്ള സ്ഥലത്തുകൂടി സൈക്കിൾ ചവിട്ടാനും നല്ല രസമായിരിക്കും. ഈ ആഗ്രഹം ഞാൻ സുദർശൻ ചേട്ടനോട് പറഞ്ഞു. ഫാം വിസിറ്റ് ചെയ്യാൻ വരുന്നവർ സൈക്കിൾ എടുത്ത് ഫാം എക്സ്പ്ലോർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കായി സൈക്കിൾ റൈഡിന് വേണ്ട സൗകര്യങ്ങളെല്ലാം ഉടൻ തന്നെ ഒരുക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. നടന്ന് ശോകനാശിനി പുഴയുടെ അടുത്തെത്തി. വേനലാവാറായ കാരണം വെള്ളം കുറച്ച് കുറവാണ്. ഒന്ന് ഇറങ്ങി കുളിക്കാൻ ആഗ്രഹിക്കുന്നവർക്കെല്ലാം അധികം വെള്ളമില്ലാത്ത ഈ ഒരു സമയമാണ് നല്ലത്. എന്തായാലും ഈ ഫാം സന്ദർശിക്കുന്നവർക്ക് വഴികാട്ടിയായി സുദർശൻ ചേട്ടൻ കൂടെ തന്നെ കാണും. മഴക്കാലമാണ് വെള്ളം കുത്തിയൊലിച്ചു പോകുന്ന
ഭയപ്പെടുത്തുന്ന രീതിയിലുള്ള ശോകനാശിനി പുഴയാവും നേരിട്ട് കാണാൻ കഴിയുക. ഫാമിനടുത്തുള്ള കനാലും പുഴയെല്ലാം കണ്ടു. ഇനി ഫാമിനകത്ത് കവുങ്ങുകൾക്കിടയിലായി ഒരു കൊക്കണ്ണയുണ്ട്, അത് കാണാൻ പോകാം. ഇവിടുത്തെ കൃഷി ആവശ്യങ്ങൾക്കുള്ള വെള്ളം ഇതിൽ നിന്നും എടുക്കാറുണ്ട്. ഇവിടെ വന്ന് ഈ കാഴ്ചകളെല്ലാം നേരിട്ട് കണ്ട് മനസ്സിലാക്കാനുള്ള ഒരു സൗകര്യം കൂടി ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. നഗരങ്ങളിൽ ജനിച്ച് സ്വിമ്മിംഗ് പൂളും ആർട്ടിഫിഷ്യൽ ലേക്കുകളെല്ലാം കണ്ടുവരുന്ന കുട്ടികൾക്ക് ഇവിടെയുള്ള ഈ കാഴ്ചകൾ അറിവിലേക്കുള്ള കവാടമായിരിക്കും തുറന്നു കൊടുക്കുന്നത്. സൂര്യൻ ഉദിച്ചു കഴിഞ്ഞുള്ള ആ ഒരു വെളിച്ചം ഈ നെൽപ്പാടങ്ങളുടെ ഭംഗി കൂട്ടുന്നുണ്ട്. മഞ്ഞിൽ കുളിച്ചു നിൽക്കുന്ന ഈ നെൽപ്പാടങ്ങൾ മനസ്സിന് ഒരുപാട് സന്തോഷം പകർന്നു നൽകുന്നുണ്ട്. ഏതൊരാളുടെ മനസ്സും ശാന്തമാക്കാനുള്ള സൂത്രപ്പണി ഈ നെൽപ്പാടങ്ങൾക്കറിയാം എന്ന് ഈ കാഴ്ചകളെല്ലാം കാണുമ്പോൾ തോന്നിപ്പോവും. ഓരോ ചുവടിലും ഈ ഫാമിൻ്റെ മനോഹാരിത കൂടിക്കൂടി വരികയാണ്. നോക്കെത്താ ദൂരത്തുള്ള നെൽപ്പാടങ്ങളും അതിനിടയിലൂടെ ഈ കാഴ്ചകളെല്ലാം ആസ്വദിച്ചുള്ളൊരു നടത്തം, അതും രാവിലെ ഉദിച്ചു വരുന്ന സൂര്യൻ്റെ വെളിച്ചം കൊണ്ട്. ഇവിടെ വരുന്നവർക്ക് ഫാമിംഗ് എക്സ്പീരിയൻസ് കൊടുക്കാനാണ് സുദർശൻ ചേട്ടൻ ഉദ്ദേശിക്കുന്നത്. കൃഷിയിടങ്ങളിലൂടെ നടന്ന് കൃഷിയെക്കുറിച്ച് മനസ്സിലാക്കുക. ഫാം എക്സ്പീരിയൻസ് കിട്ടാൻ ഒരു വഴിയുള്ളൂ, കർഷകരായി നേരിട്ട് സംസാരിക്കുക. അതിനുള്ള സൗകര്യം ഇവിടെ ഒരുക്കുന്നുണ്ട്. കാറ്റും കൊണ്ട് വിശ്രമിക്കാനായി ഈ ഫാമിൻ്റെ ഒരു ഭാഗത്തായി ഓലമേഞ്ഞൊരു ഷെഡും കാണാൻ കഴിയും. പണ്ട് കാലത്ത് കൃഷിയിടങ്ങളിൽ വിശ്രമിക്കാനും ആഹാരം കഴിക്കാനെല്ലാമായി ഇതുപോലുള്ള ഓലമേഞ്ഞ പുരകൾ കാണാൻ കഴിയുമായിരുന്നു. ഈ സ്ഥലത്ത് ഏറുമാടം നിർമ്മിക്കാനുള്ള പദ്ധതിയും സുദർശൻ ചേട്ടൻ്റെ മനസ്സിലുണ്ട്. അങ്ങനെ ഒരു ഏറുമാടം ഇവിടെ ഉണ്ട്. അതിന് മുകളിൽ നിന്നുള്ള കാഴ്ച അതിവിടെ വരുന്നവർക്ക് മറക്കാനാവാത്തൊരു അനുഭവം തന്നെയായിരിക്കും. രാവിലത്തെ ആ ഇളം തണുപ്പെല്ലാം മാറി തുടങ്ങി. കുറച്ച് സമയത്തിനുള്ളിൽ നല്ല ചൂടാവും. പക്ഷെ പാലക്കാട്ടുകാർക്ക് ആ ചൂടും ഇഷ്ടമാണ്. പാലക്കാടൻ വേനൽക്കാലം ഉത്സവങ്ങളുടെയും ആഘോഷങ്ങളുടെയും സമയമാണ്. ഈ ഫാമിലുണ്ടാകുന്ന നെല്ലും അടക്കയും തേങ്ങയെല്ലാം താൽക്കാലികമായി സൂക്ഷിക്കുന്ന ഒരു സ്ഥലമാണ് ഈ കാണുന്നത്. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഈ സ്ഥലത്തേക്കെല്ലാം ആളുകൾ കടന്നു വരാൻ തന്നെ ഭയന്നിരുന്നു. അതിനെ ഇന്നീ രൂപത്തിൽ കൃഷിയിടങ്ങളാക്കി മാറ്റിയതിന് സുദർശൻ ചേട്ടൻ്റെ കുടുംബം വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. ഫാമിനടുത്തായി വലിയൊരു കുളമുണ്ട്. ഈ സമയത്തും ഈ കുളത്തിൽ ഇത്രയും വെള്ളമുണ്ട്. മഴക്കാലത്ത് എന്തായിരിക്കും സ്ഥിതി? കുളം പോലെ തന്നെ കുളത്തിലേക്ക് പോകുന്ന വഴിയും വളരെ മനോഹരമായിട്ടുണ്ട്. പാലക്കാട് ടൗണിനെ അപേക്ഷിച്ച് ഇവിടെ കുറച്ച് ചൂട് കുറവായിട്ടാണ് എനിക്ക് തോന്നിയത്. ജലസംഭരണികളും കൃഷിസ്ഥലങ്ങളും കൊണ്ട് നിറഞ്ഞ മനസ്സിനെ കുളിർപ്പിക്കുന്ന പ്രകൃതി രമണീയമായ സ്ഥലം. കേരള ടൂറിസം സർട്ടിഫൈ ചെയ്ത ഫാമാണ് വാക്കിനിച്ചള്ള ഫാം. കേരള റെസ്പോൺസിബിൾ ടൂറിസം മിഷൻ്റെ കീഴിലും കേരള അഗ്രി ടൂറിസം നെറ്റ്വർക്കിൻ്റെ കീഴിലുള്ള സർട്ടിഫിക്കേഷനെല്ലാം ഈ ഫാമിന് ലഭിച്ചിട്ടുണ്ട്. കാർഷിക വിജ്ഞാനം ഇവിടെ വരുന്ന എല്ലാവരിലേക്കും എത്തിക്കുക എന്നൊരു ലക്ഷ്യം കൂടി സുദർശൻ ചേട്ടനുണ്ട്. ഒരുപാട് ആവേശത്തോടു കൂടിയാണ് ഈ ഫാം മുഴുവൻ ഇന്ന് നടന്നു കണ്ടത്. ഇനി കുറച്ച് കാറ്റും കൊണ്ട് നെൽപ്പാടങ്ങളുടെ കാഴ്ചകളും കണ്ട് അതിനുള്ളിൽ വിശ്രമിക്കാം. ഫ്രണ്ട്സോ ഫാമിലിയായിട്ട് വന്നാലല്ല ഇതിനകത്ത് വർത്തമാനം പറഞ്ഞിരിക്കാം, നല്ല രസമായിരിക്കും. കൂടെ ഈ നെൽപ്പാടങ്ങളുടെ കാഴ്ചകളും. തിരക്ക് പിടിച്ച ജീവിതവും കമ്പ്യൂട്ടറും മൊബൈലെല്ലാം മാറ്റിവെച്ച് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലുള്ള സ്ഥലങ്ങൾ സന്ദർശിക്കണം. ഇതിനു മുമ്പ് ചെയ്ത പല വീഡിയോസിലായി ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഏതൊരു സ്ഥലത്തെക്കുറിച്ച് അറിയണമെങ്കിലും ആ നാടിൻ്റെ ഗ്രാമപ്രദേശങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലണമെന്ന് ഇവിടുത്തെ ഈ ഫാം എക്സ്പീരിയൻസ് വഴി അത് തന്നെയാണ് ഉറപ്പുവരുത്തുന്നത്. ഈ ഫാം ചുറ്റിക്കാണുന്നതിൻ്റെ കൂടെ ഈ ചുറ്റുവട്ടത്തുള്ള ആളുകളെ കൂടി കാണാൻ, അവരായി സംസാരിക്കുക, കൃഷിയുടെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുക, ഇവിടുത്തെ മനോഹരമായ കാഴ്ചകൾ കാണാം. അങ്ങനെ കുറേ കാര്യങ്ങൾ ഈ ഫാം വിസിറ്റ് ചെയ്താൽ ചെയ്യാൻ കഴിയും. ഓരോ സീസൺ അനുസരിച്ച് കൃഷിയുടെ പ്രവൃത്തികളിൽ പങ്കാളികളാവാനും കഴിയും. ഇവിടെ വരുന്നവരെല്ലാം ഉറപ്പായും ഒരു പിടി നല്ല ഓർമ്മകളായി തിരിച്ചു പോകും. ഇവിടെ സ്റ്റേ ഇല്ല, പക്ഷേ ഈ ഫാമിനടുത്തായി തന്നെ ഒരു റിസോർട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ എത്തിപ്പെടാൻ കഴിയുന്ന ഒരു സ്ഥലത്താണ് ഈ ഫാം സ്ഥിതി ചെയ്യുന്നത്. ഈ ഫാമിനടുത്തായി ചിറ്റൂരിലെ
അധികം അറിയപ്പെടാത്ത മനോഹരമായ സ്ഥലങ്ങൾ കൂടിയുണ്ട്. ലൊക്കേഷൻ ലിങ്കും സുദർശൻ ചേട്ടൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. തനതായ പാലക്കാടൻ കാഴ്ചകൾ തേടി വരുന്നവർക്ക് ഉറപ്പായും പരിഗണിക്കാൻ പറ്റിയൊരു സ്ഥലം തന്നെയാണത്. കൂടെ കൃഷി സംബന്ധമായ അറിവുകളും നേടിയെടുക്കാൻ കഴിയും. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. പുതിയൊരു വീഡിയോ ആയി വീണ്ടും വരാം.